സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നിപ്പോൾ വേറെ കണ്ടൻറ്റൊന്നും കിട്ടിയില്ല. നമുക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോണ ഒരാളായത് കാരണം എങ്ങനെ ഞാൻ സിമ്പിളായിട്ട്, വളരെ സിമ്പിളാന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഹെവി ആയിട്ടുള്ള ഒരുപാട് വലിയ പ്രൊഡക്റ്റുകളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു സാധാരണക്കാർ എങ്ങനെ ഒരുങ്ങിപ്പോകും ആ ഒരു ടൈപ്പാണ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ കണ്ടിട്ടില്ലാത്തവർ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ തുടക്കക്കാരി ഏതാണ് ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, എല്ലാം ക്ഷമിക്കുക. നമുക്ക് എങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. വെനൂസിയയുടെ ആക്നി കൺട്രോൾഡ് മോയ്സ്ചറൈസർ, ഡോക്ടർ റെഡ്ഡി എന്ന് പറയുന്നത് കണ്ടോ. ഇതെനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ ആദ്യം ഞാൻ കുറച്ച് അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ആദ്യം കുറച്ചെടുത്തത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ ഒരു ഇതെടുത്തിട്ട് ഞാൻ കുറച്ചൊന്ന് മുഖത്ത് പയ്യെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേണ്. ഉണ്ടാകും അപ്പോൾ അത് ഞാൻ എല്ലായിടത്തും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് വലിയും. അതിനുശേഷം സൺസ്ക്രീമാണ്. സൺസ്ക്രീൻ മസ്റ്റായിട്ട് നോക്കി ഒരു ഡെയിലി ഒരു 4 മണിക്കൂറുടെ വിട്ട് തൂക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാനപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. UV ഡിയോക്സിൻ്റെ SPF 50 സൺസ്ക്രീമാണ്. നല്ലൊരു ബെസ്റ്റ് സൺസ്ക്രീമാണ്. അപ്പോൾ ഒരു മാറ്റി ഷെയ്ഡാണ് എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിന് ഞാൻ നല്ല കംപ്ലൈൻ്റ് ഉള്ളൊരു സ്കിന്നാണ്. ഞാൻ പറഞ്ഞില്ലാണ് സ്റ്റീറോയിഡിൻ്റെ അലർജി വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു വിരലിൻ്റെ ഈ ഒരു വിരലിൻ്റെ പോർഷൻ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് പയ്യെ ഒന്ന് ബ്ലെൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ അത് എല്ലായിടത്തും ബ്ലെൻഡ് ചെയ്ത് എല്ലായിടത്തും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ടാൽക്കം പൗഡർ ഏത് വേണം. ഞാൻ കോമ്പാക്റ്റ് പൗഡറിനേക്കാളും എനിക്ക് ഈ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ടാൽക്കം പൗഡർ ഇടാനാണ് ഇഷ്ടം. അപ്പം ഞാനതും കുറച്ച് എല്ലായിടത്തും ഒന്ന് പയ്യെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഓയിലി ആയിട്ടിരിക്കണേ എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കണേന് എനിക്ക് ഫേസ് ഇഷ്ടം. ഞാൻ എല്ലായിടത്തും ഇങ്ങനെ പൗഡർ എല്ലായിടത്തും ഒന്ന് തൂത്ത് കൊടുക്കണേണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഫേസിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും. ആ ഓയിലേക്ക് മാറി നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞാൻ ഫേസിൽ. ഇപ്പോൾ നമുക്ക് സൺസ്ക്രീമും മോയ്സ്ചറൈസറും ടാൽക്കം പൗഡറും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യണത്. അതിനുശേഷം നമുക്ക് ഐബ്രോ ചെയ്യാം. അപ്പോൾ ഞാൻ ഐബ്രോ ജസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായ ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ ഐബ്രോ ആണ്. ഞാൻ ജസ്റ്റ് ഒരുപാട് അങ്ങനെ നല്ല തിക്കായിട്ടാക്കണമല്ലോ, ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് വിടണേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അത് ഒന്ന് ഫിനിഷ് ചെയ്യാം. അതെ, ഐബ്രോ ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. അതിനുശേഷം ജസ്റ്റ് ഒരു ചെറിയൊരു പൊട്ട് കൊടുക്കാണ്ട്. അപ്പോൾ അത് ഞാൻ ഹിമാലയയുടെ കാജൽ വെച്ചാണ് കണ്ണെഴുതണത്. അടിയിൽ മാത്രം ജസ്റ്റ് നല്ല തിക്കായിട്ട് എഴുതി കൊടുക്കും. നമുക്കിപ്പോൾ വലിയ ഹെവി പ്രൊഡക്റ്റിൻ്റെ കാജലോ കാര്യങ്ങളോ ഒന്നും മേടിക്കേണ്ട. നിങ്ങൾക്ക് ഇത് എഴുതിയപ്പോൾ തന്നെ മനസ്സിലായില്ല കണ്ണിൽ എത്ര ഡാർക്ക്നെസ് വേണമെന്ന്. ഇതിന് വെറും 50 രൂപയേ ഉള്ളൂ. അപ്പോൾ ഹിമാലയയുടെ കാജൽ. അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ മതി. അപ്പോൾ വലിയ ഫംഗ്ഷന് പോകുന്നവർക്ക് മാത്രമല്ല വലിയ പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരായതാണ് സാധാരണ
പ്രൊഡക്റ്റായ ഹിമാലയയുടെ കാജൽ അത് ഞാൻ എല്ലായിടത്തും യൂസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഐലൈനർ ഉപയോഗിക്കാം. അപ്പോൾ ഐലൈനർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മുടെ മോദി കെയറിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഐലൈനറാണ്. നല്ലൊരു ഗ്ലേസിങ്, നല്ലൊരു ഗ്ലേസിങ് കിട്ടും നമുക്ക് എഴുതി തരുമ്പോൾ. കുഴപ്പമില്ല, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരു 8 hours ഒക്കെ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. നമുക്കതൊന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഞാൻ കണ്ണ് എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് അടിയിലേക്ക് ഫുള്ളായിട്ട് എഴുതിയില്ല, ഈ ഒരു ഏരിയ മാത്രം ഐലൈനറും കൊണ്ട് തന്നെ എഴുതി. കാജലിൻ്റെ പൊക്കത്തോടെ അതിന് ഒരു ലിപ്സ്റ്റിക്ക്, ഒരു ബീട്രൂട്ട് ഷെയ്ഡിൻ്റെ വരുന്നത് ലിപ്സ്റ്റിക്കാണ്. അത് ജസ്റ്റ് ഒരുപാടില്ല, ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ഫേസിൽ ചെയ്യാറുള്ളൂ. അതിനുശേഷം നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങളെ നമുക്കൊരു ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. ഒരുപാട് ഓവറായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. അതെ, ഞാൻ ഹെയറിൽ നിന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം ഒന്ന് നെടുകെ അകത്തും അത് സിന്ദൂരം തൊടാനുള്ള ഏരിയയിലായിട്ടാണ്. അതിനുശേഷം ഇങ്ങനെ ഒരുപാട് വലിയ അൽക്കുലത്തെ പണികളൊന്നുമില്ല ഹെയറിൽ. അതിനുശേഷം ഒരു ചെറിയൊരു സിന്ദൂരം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഗെറ്റ് റെഡി വിത്ത് മീ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയാം. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് ഞാൻ ഒരു ബ്യൂട്ടി കോണിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനെപ്പോഴും പറയണതാണ്, ഒരു തുടക്കാരിയായതാണ്, ഒരുപാട് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ എല്ലാവരും അത് സഹിക്കുക, ക്ഷമിക്കുകയൊക്കെ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.